ഹായ്. അപ്പൊ നമ്മളിപ്പോ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹാഷ്യം എന്ന് പറയുന്ന ഒരു ക്രൂരകൃത്യത്തിന് ഒരു ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഈ ഫോട്ടോ കണ്ടോ നിങ്ങൾ? കാസർഗോഡുള്ള നവാസ് എന്ന് പറയുന്ന ഒരു യുവാവിനെ അതിക്രൂരമായും വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പാടാണ്. ഇവനും ഇവന്റെ കുടുംബവും സഞ്ചരിക്കുന്ന സമയത്ത് എന്തോ ഒരു വിഷയം ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. പക്ഷെ അതിനു മുന്നേ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഒരു യുവാവിനെതിരെ കള്ളക്കേസുമായി വന്ന ഹാഷിമിനെ ചോദ്യം ചെയ്തതാണ് ഈ യുവാവ് ചെയ്ത തെറ്റ്. അതിനെ തുടർന്ന് ഈ വ്യക്തിക്ക് മുൻ വൈരാഗ്യം ഉണ്ടാവുകയും പിന്നീട് കുടുംബത്തിലിറങ്ങുന്ന കുറച്ചു പേർക്ക് കൊട്ടേഷൻ കൊടുക്കുകയുമായിരുന്നു. എന്തോ ഭാഗ്യത്തിനാണ് സത്യം പറഞ്ഞ ആ യുവാവ് രക്ഷപ്പെട്ടത്. 18ഓളം സ്റ്റിച്ചാണ് ആ വ്യക്തിയുടെ തലയ്ക്ക് മാത്രം പറ്റിയിട്ടുള്ളത്. ഇപ്പോഴും ആ വ്യക്തി ചികിത്സയിലാണെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞു. ആ വ്യക്തിയുമായി ഞാൻ സംസാരിച്ചു. ആ വ്യക്തി ചികിത്സയിലാണ്. ഫിസിയോതെറാപ്പി 1 വർഷമായിട്ട് ജോലിക്ക് പോലും പോകാൻ പറ്റാതെ അവരും അവരുടെ കുടുംബവും ഭയങ്കര കഷ്ടപ്പാടിലാണ്. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിയമത്തിന്റെ മുന്നിൽ പോയി ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്ന് തന്നെയാണുള്ളത്. 50 ലക്ഷത്തോളം വരുന്ന രൂപ വരെ ഓഫർ ചെയ്തിട്ട് പോലും ആ വ്യക്തി ഇതിന് വഴങ്ങിയിട്ടില്ല എന്നുള്ള സത്യം. എല്ലാ ഹാഷിം, എനിക്ക് എന്നോട് കാര്യം ഇത്രപ്പോഴും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന നീ വെള്ളയും എല്ലാം ഇട്ട് നടക്കേണ്ടത്. സത്യം പറയാലോ, വെള്ളയും ഇട്ട് നടക്ക് രാഷ്ട്രീയക്കാരനായിട്ടല്ല നീ നടക്കേണ്ടത്. നിനക്ക് ചേരുന്നത് വേറെ ഒരു കുപ്പായാണ്. ആ കുപ്പായം പറയാൻ പറ്റില്ല. ഒരു മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത രീതിയിൽ ഒരു നിസ്സാരമായ വാക്ക് തർക്കത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുക, പോലീസുകാരെയും മറ്റുള്ളവരെയും നിയമത്തിനെയും കയ്യിലെടുത്തുകൊണ്ട് നിന്റെ ഗുണ്ടായിസം തെമ്മാടത്തിനെ മുന്നോട്ട് കൊണ്ടുപോവുക. നിന്റെ കൂട്ടിന് നിൽക്കുന്ന ഒരേ ഒരു പോലീസ് സ്റ്റേഷൻ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനാണ്. കാരണം ആ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന എന്തെല്ലാം ബന്ധങ്ങൾ നിനക്കുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നതാണ്. ഖാദർ കൈപ്പുടിയുടെ എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചതും വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലാണ്. ലോട്ടറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യാതെ ആ കേസിനെ വലിച്ചു നീട്ടി, റബ്ബർ വലിച്ചു നീട്ടുന്ന പോലെ നീട്ടിയതും ആ പോലീസ് സ്റ്റേഷനാണ്. നിനക്കുള്ള ആ കാസർഗോഡ് ജില്ലയിൽ ഇതുപോലത്തെ ക്രിമിനൽ സംഘങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഉദാഹരണങ്ങളാണ് ഈ ഹാഷിമും ഖാദർ കരിപ്പൊടി ആണെങ്കിലും ഫൈസൽ മൂസ ആണെങ്കിലും മറ്റുള്ള അനേക പേരാണെങ്കിലും. ഇതുപോലെ ചോര ഊറ്റി കുടിക്കുന്ന മറ്റൊരു മലവാണമുണ്ട്. അവന്റെ പേരാണ് ബുർഹാൻ തളങ്കര. ഒരു വീഡിയോ ചെയ്യാൻ അവന്റെ റേറ്റ് 2000 രൂപയാണ്. നാറി ഉളുപ്പുണ്ടോടാ എനക്കൊക്കെ? എനക്ക് അറിയാത്തൊന്ന് ചോദിക്കും. ഒരു ചെക്കൻ വെട്ടുകൊണ്ട് ജീവന മരണ തുല്യ പോരാട്ടമായി നടത്തുന്നു. ആ സമയത്ത് വീഡിയോ ചെയ്യാൻ വേണ്ടി 2000 രൂപ വാങ്ങുകയും പിന്നീട് ആ വീഡിയോ ചെയ്യാതെ മുക്കുകയും ചെയ്ത എന്റെ പൊന്നാര ബുർഹാനെ, നിനക്കൊക്കെ എത്ര തന്തേടാ? ഞാൻ അറിയാത്തോണ്ട് ചോദിക്കാം, നിനക്കൊക്കെ എത്ര തന്തേടാ? ഉസുറും മുടി ഉണ്ടാവും മലരെ. ആദ്യം നീയൊക്കെ പണത്തിന് വേണ്ടി എന്ത് നെറിയേടും പറയാനും ചെയ്യാനും കാണിക്കാത്ത ഇതുപോലത്തെ ഒരു നാറി. ബുർഹാനെ പോലത്തെ ഒരു നാറി കാസർഗോഡ് ജില്ലയിൽ വേറെ ഇല്ല. മറ്റൊരു വാണുണ്ടായിരുന്നു, അത് ഒളിവിലാണ്, ഖാദർ കരിപ്പൊടി. ഇപ്പൊ അതുവരെ 1 മാസത്തോളമായിട്ട് അതിന്റെ ശല്യമൊന്നുമില്ല. പിന്നുള്ളത് ഇവനാ. ഈ കള്ളങ്ങളും നുണകളും മറ്റുള്ള കാര്യങ്ങളും മാത്രം പ്രചരിപ്പിക്കാനും ആളുകളെ ഭീഷണിപ്പെടുത്തി പണം മേടിക്കാനും ഇതുള്ളൂ. പിന്നെ ഇനി കാസർഗോഡ് ജനങ്ങൾ മനസ്സിലാക്കുക, അവന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 2000. ഇനി 3000 കൊടുത്തു കഴിഞ്ഞാൽ കാസർഗോഡ് അങ്ങനെ മുല്ലപ്പും ചൂടി കുനിഞ്ഞു വരെ ബുർഹാൻ തളങ്കര നിൽക്കും. ഓക്കെ, അപ്പൊ ഇതും കൂടി നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. വല്ലാത്ത കഥ മക്കളെ ഇതിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് നിന്നോട് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇതുപോലൊരു മനുഷ്യജീവനെ വില കൽപ്പിക്കാത്ത, പച്ച ഇറച്ചിയുടെ മേലെ വെട്ടുകത്തി കയറ്റാൻ പോലും മനുഷ്യത്വം കാണിക്കാത്ത നീ പടച്ചോനെ കൂട്ടുപിടിച്ചിട്ടൊന്നും സത്യം പറഞ്ഞാൽ നിൽക്കരുത്. വേറെ ആരോ പറഞ്ഞ കഷ്ടപ്പാടിൽ നിന്നും, നീ കഷ്ടപ്പാടിൽ നിന്നല്ല, നീ ഗുണ്ടായുസത്തിൽ നിന്നും പിടിച്ചടക്കിയത്. അതിന് ആയുസ് കുറവായിരിക്കും എന്നുള്ളത് നീ മനസ്സിലാക്കിക്കോ ആശിമ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നീ ചോര വീഴ്ത്തിയത് ഡിവൈഫൈക്കാരനാണ്, മറ്റു പാർട്ടിക്കാരെ പോലല്ല. ആ ഡിവൈഫൈക്കാരന്റെ ചോര വീണിട്ടുണ്ടെങ്കിൽ ഓരോ തുള്ളി ചോരയ്ക്കും അവർ കണക്ക് ചോദിച്ചിരിക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ നീ അത് അനുഭവിച്ച് അറിഞ്ഞിരിക്കും, അത് ഉറപ്പാണ്.